തന്നെ അവളെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവില്ല. ആരോ Please, before I change my mind. നിനക്കെന്താണ് വിരുദ്ധമല്ലോ? ഇതിലെവിടെ പറഞ്ഞേ? ഒരു കാര്യമുണ്ട്. ആക്സിഡന്റ് മുമ്പ് എത്ര ശരിക്കും കഴിവ് ചോദിച്ചിരുന്നു. അവൾ തന്നെ വേണ്ടെന്ന് വെച്ചെങ്കിലല്ല. അവൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും. ആവശ്യമില്ലാതെ അവരെ ഉപദ്രവിച്ചു. അശോക്, നമ്മുടെ ഫാമിലിയേക്കാളും അവരൊക്കെ ഇങ്ങോട്ടല്ല. ലീജയുടെ മോളുടെ വിവാഹം ഇപ്പൊ നിന്ന് പോയത്. എന്റെ മകളുള്ള എന്നെ കഴിഞ്ഞ നീയ അതിന് വരാൻ ആ ബന്ധം മറ്റു പോകാതെ ഞാൻ സംരക്ഷിച്ചു. അതൊരു കല്യാണമായിരുന്നു. അവിടെ ജീവിച്ചത് ഒരു ജീവിതമായിരുന്നു. നീ സെലക്ട് ചെയ്യുന്നതിന് മുന്നിൽ തലകുറിച്ച് കൊടുക്കുന്നതാണോ കല്യാണം? നിനക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കുന്നതാണോ അവളുടെ ജീവിതം? നീ എത്ര ജന്മം ജനിച്ചാലും വിരാജിനെ പോലൊരുത്തിന് അവൾക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയില്ല. അവൻ എനിക്ക് വലിയവൻ തന്നെയാണ്. ഞാനിപ്പോ കൂടെ നിൽക്കേണ്ടത് ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി എന്റെ മകളെക്കാൾ. അവളുടെ ഓർമ്മകളുമായി ജീവിക്കുന്ന വിരാജൻ എന്റെ കൊച്ചുമോൾക്കൊപ്പാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരോടൊപ്പം കഴിഞ്ഞത്. മക്കിക്ക് വേണ്ടി അവൻ അറ്റൻഡ് ചെയ്യാത്ത സേവനാളില്ല. കാണാത്ത ഡോക്ടേഴ്സില്ല. അവൾ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് ഓരോരുത്തരുമായി അവൻ പോവുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ ആവശ്യപ്പെടാതെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒറ്റ മോനാണ്. സ്റ്റേഷനൊക്കെ ചുറ്റും നീ കെട്ടിപ്പടുത്തേക്ക് കില്ലുകൊണ്ടാണ് നടക്കാൻ അവനൊരു സെക്കൻഡ് മതിയോ? പക്ഷെ അങ്ങനെ ചെയ്യാൻ അവനാവില്ല. എവിടെയൊക്കെയോ അവരവന്റെ സ്വന്തം മകളെ കാണും. നിന്റെ മകളോട് ഒരല്പം സ്നേഹം കൂടിപ്പോയി. ആ സംഭവങ്ങളൊക്കെ അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ തന്റെ ഓർമ്മകളൊക്കെ ഒരു ഭാണ്ഡക്കെട്ടിലാക്കി അവരവളിൽ നിന്ന് അകന്നു നിന്നു. സ്റ്റേഷനിൽ എല്ലാം പറഞ്ഞിട്ട് ഒരു 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 വർഷത്തിനിടയിൽ അവൻ എന്തെല്ലാം അനുഭവിച്ചു. നെയ്യും ഞാനും അവന്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും അടുത്തുണ്ടായിരുന്നിട്ടും രണ്ടാമത് ഒരിക്കൽ കൂടി അവളവനെ കണ്ടെത്തി സ്നേഹിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാവുള്ളവർ? ചിലവർ തന്നെ അതിനെ എത്ര ഒന്നിപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. കണ്ടില്ല, ഈ കല്യാണം പോലെ നമ്മളെ പോലെ മറ്റു ചിലത് എത്ര നിലപ്പെടുത്താൻ ശ്രമിച്ചാലും സ്വയം ഈ പേടിച്ചെന്നാകും. അവരെ പോലെ we failed as a couple. Let it go. Fail. എങ്ങോട്ടും പോയി എല്ലാവരും
ഏഴ് ദിവസം മാത്രം പരിചയമുണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് വേണ്ടി കല്യാണത്തിന്റെ ഓടി വന്നിരിക്കും. അവരെന്തെങ്കിലും പോകണം, നിങ്ങളെങ്കിലും അവരിങ്ങോട്ട് പോകണം. നിങ്ങൾ കരഞ്ഞ അവരെ കണ്ടു, നിങ്ങൾ ട്രൈ ചെയ്യും, അവരെ ട്രൈ ചെയ്യും. മാറ്റൊന്നും സമ്മതിക്കില്ല. Problem. കൊല്ലാനുള്ള ദേഷ്യപ്പെട്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ മോളോട് ഐസിയിലാകണ്ട് ഒന്നും ചെയ്തില്ല. സിസ്റ്റിക് ഫൈബ്രോസിറ്റി ആയതുകൊണ്ട് സർവൈവൽ റേറ്റ് 0%. റെസ്പിറേറ്ററി ഫെയിലിയർ, വൈറ്റൽസ് ആർ ഡ്രോപ്പിംഗ്. ലങ്ങോണ്ടുള്ളതും ബോഡി സ്റ്റോപ്പിംഗ് നമ്മൾ ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടാൻ സാധിക്കും. അത് ചെയ്തില്ലെങ്കിൽ ജീവിച്ചിരിക്കും. Maybe 2 hours. Anyhow, she's dying. What stopping, sir? ഇത്രയും വലിയ ഓപ്പറേഷൻ നടത്താൻ മാത്രം ക്വാളിഫൈഡ് ഉള്ള ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലില്ല. ക്രിട്ടിക്കൽ കെയർ, ട്രാൻസ്പ്ലാന്റ്, പൾമണോളജിസ്റ്റ് തുടങ്ങി ഒരുപാട് പേരുടെ ഗൈഡൻസിന് ആവശ്യമുണ്ട്. So that's Abdul Sir. He's a senior consultant, pulmonology, Saint Newell. That is Mr. Sudeem Acharya. He's a senior consultant, critical care, Leela Hospital. That's Joseph and Harry, two of the best anesthesiologists. This is my brother, Ashok. He's a general surgeon. And I am Arvind Bhatia, your surgeon. It was my wedding, sir. I was in a consular doctor. He was the best doctor along with the നല്ല കൂടി കഴിയുകയും മറ്റേ ആരെക്കൊണ്ട് വരുന്നു. ഒരു പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ our reputation will be at stake. Then let's make sure she leaves. എന്റെ ജീവൻ തെറ്റിരുന്നു. ഇപ്പൊ എന്റെ മോള് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. I'll show you the best. Okay. Okay. ഇതിന് വേണ്ടി